ഞാൻ സെയിൽ ചെയ്യുന്നതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഏതെന്ന് കസ്റ്റമർ ചോദിച്ചാൽ 100% കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന ഒരൊറ്റ ഫ്ലേവറേ ഉള്ളൂ കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റ്. ഞാൻ സെയിൽ ചെയ്യുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്കും കൂടിയാണ് കേട്ടോ ഇത്. ഈ കേക്കിനെ ഇത്ര സ്പെഷ്യലാക്കുന്നത് ഇതിൻ്റെ ക്രീം തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കുന്ന കാരമൽ സോസും ബൂസ്റ്റും ബ്രൂവും ഒക്കെ ഒരു ഫിക്സഡ് റേഷ്യോയിൽ ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് വരുന്നത്. ബ്രൂവിൻ്റെ റേഷ്യോ ഒരല്പം മുന്നോട്ട് കൂടുകയോ ബൂസ്റ്റിൻ്റെ റേഷ്യോ കുറച്ച് കുറയുകയോ ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറും കേട്ടോ. പിന്നെ ക്രീം മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്യുന്ന സിറപ്പ് പാലിൽ ബൂസ്റ്റും ഷുഗറും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന സിറപ്പാണ് കേട്ടോ. പിന്നെ ഓരോ ലെയറിലും കാരമൽ സോസും പ്രളയനും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഇതിൻ്റെ ക്രീം എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ കേക്ക് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫിൻ്റെ അനിയത്തിക്കുട്ടിയുടെ ബർത്ത്ഡേക്കുള്ളതാണ് കേട്ടോ. ആളൊരു കിളിക്കാൻ പറ്റിയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഡോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ഡോൾ കേക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ കേക്കെല്ലാം കട്ടിയത് കഴിഞ്ഞപ്പോൾ ആ പാവക്കുട്ടിക്ക് ഉടുപ്പൊന്നുമില്ല എന്നും പറഞ്ഞ് ചെവിതല കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ ഡോൾ കേക്ക് വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആൾക്ക് ഡോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഡോൾ കേക്ക് തവണ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടും സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും തീം ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ഡോള് പോലത്തെ ഒരു ഗേൾ ടോപ്പർ വെച്ചാണ്ട് ഒരു തീം സെറ്റാക്കാമെന്ന് കരുതി. കയ്യിൽ 2 ബലൂണും വെച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും അതിന് മാച്ചായിട്ട് വരുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ചു കൊടുത്തു. അവസാനമായിട്ട് ഫോണ്ടനിൽ ചെയ്ത മോളുടെ പേര് കേക്കിൻ്റെ ബേസിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും കേക്ക് കണ്ടപ്പോൾ ബർത്ത്ഡേ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.